നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 17,000 കടന്നു. മരിച്ചവരുടെ എണ്ണം 123 ഉയർന്നു. വരുന്ന 2 ആഴ്ച നിർണായകമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിലവിൽ സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗബാധിതരുള്ളത്. 5369 പേർ. ഇതിൽ 186 പേർ ഇന്ത്യക്കാരാണെന്ന് അംബാസഡർ ഔസഫ് സയ്യിദ് ഓൺലൈൻ വഴി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച 73 പേരിൽ 2 പേർ ഇന്ത്യക്കാരാണ്. ഇവർ 2 പേരും മലയാളികളുമാണ്. റിയാദ്, മദീന എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി സഫ്വാനാണ് റിയാദിൽ മരിച്ചത്. കണ്ണൂർ പാനൂർ സ്വദേശി ഷബ്നാസ് മദീനയിലും മരിച്ചു. അതേസമയം ഇന്ത്യക്കാരെ സഹായിക്കാൻ സേവനം വിപുലപ്പെടുത്തിയതായി അംബാസഡർ വ്യക്തമാക്കി. നിലവിൽ ആളുകളെ സൗദിയിൽ നിന്നും നാട്ടിലേക്ക് അയക്കാൻ പദ്ധതിയായിട്ടില്ലെന്നും വിമാന സർവീസ് തുടങ്ങുന്ന മുറയ്ക്ക് ഇത് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആവശ്യമുള്ള മുഴുവൻ ഇന്ത്യക്കാർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സൗകര്യമൊരുക്കും. അതിനായി റെസ്റ്റോറൻറ്റുകളുടെയും കാറ്ററിംഗ് കമ്പനികളുടെയും സഹകരണം തേടും. ഈ ആവശ്യങ്ങൾക്കെല്ലാമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ത്യക്കാരെ ഉടൻ സൗദിയിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകാനാവില്ല. എന്നാൽ വിമാനങ്ങൾ ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ അത്യാവശ്യമുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടത് ചെയ്യുമെന്നും അംബാസഡർ അറിയിച്ചു. സൗദിയിലെ ഇന്ത്യൻ ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ രോഗം ബാധിച്ചവരുടെ എണ്ണം ഒട്ടും കൂടുതലല്ല. എന്നാലും കനത്ത ജാഗ്രതയും കരുതലും തുടരുകയാണ്. സൗദി ആവശ്യപ്പെടാതെ പ്രത്യേക മെഡിക്കൽ സംഘത്തെ ഇന്ത്യയിൽ നിന്നും അയക്കാനാകില്ലെന്നും ഔസഫ് സയ്യിദ് പറഞ്ഞു. പൊതുപ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ സർക്കാരിൽ നിന്നും പാസ് ലഭിക്കില്ലെങ്കിലും സാമൂഹ്യ പ്രവർത്തകർക്ക് എംബസി ലെറ്റർ നൽകിയിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ നൽകാൻ ഇവർക്കാകുമെന്നാണ് കരുതുന്നത്. 26 ലക്ഷം ഇന്ത്യക്കാരാണ് നിലവിൽ സൗദിയിലുള്ളത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളെയും ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതുവഴി കേന്ദ്ര സർക്കാർ സഹായങ്ങൾ ലഭ്യമാക്കുന്നതായി അംബാസഡർ വ്യക്തമാക്കി. എംബസിക്ക് കീഴിൽ ആംബുലൻസ് സേവനവും എംബസി വാഹനങ്ങളും ഉപയോഗിക്കുവാനുള്ള നടപടിക്രമങ്ങൾക്കായി മന്ത്രാലയത്തിൽ നിന്നുള്ള അനുമതിക്ക് ശ്രമം തുടരുകയാണ്. നിലവിൽ സൗദിയിലെ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലുള്ള ആശുപത്രികളിലെ ആംബുലൻസുകളും ഹജ്ജിന് ഉപയോഗിക്കുന്ന ആംബുലൻസുകളും ഉപയോഗിക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകർക്ക് ലേബർ ക്യാമ്പ് സന്ദർശിക്കുവാനുള്ള സൗകര്യവും ഒരുക്കും. ലേബർ ക്യാമ്പുകളുടെ ചുമതലയുള്ളവരുമായി നിലവിൽ എംബസി സംസാരിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ആരോഗ്യ പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എംബസി അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയിലെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇതുവരെ 1000-ഓളം വിളികൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഇന്ത്യൻ ജനതയുടെ ഇവിടെയുള്ള ബാഹുല്യം വെച്ച് നോക്കുമ്പോൾ ഇത് കുറഞ്ഞ എണ്ണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നാണ് ഇത് കാണിക്കുന്നതെന്നും അംബാസഡർ വ്യക്തമാക്കി. ഇന്ത്യൻ എംബസി സ്കൂൾ ഫീസ് കുറയ്ക്കാൻ ഉന്നത വിദ്യാഭ്യാസ ബോർഡിൽ ആവശ്യപ്പെടും. അതേസമയം എംബസി ജീവനക്കാരുടെയും സ്കൂൾ വാടകയും അടയ്ക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമോ ഞായറാഴ്ചയോ അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ പാർപ്പിക്കാൻ സൗദി അധികൃതരുടെ അനുമതി കിട്ടുന്നതനുസരിച്ച് എംബസി ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കും. ഓയോ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെയും സ്വന്തമായി കെട്ടിട സൗകര്യങ്ങളുള്ള ഇന്ത്യൻ വ്യവസായികളുടെയും സഹകരണം ഇതിനായി തേടിയിട്ടുണ്ടെന്നും അംബാസഡർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.